ആ പണികളൊക്കെ കഴിഞ്ഞു മോളെ. ആ കഴിഞ്ഞു ഉമ്മ. ആ എന്നാ പോയി കിടന്നോളി. നല്ല മരിയോളാട്ടോ, നല്ലോണം സഹായിക്കും. അമ്മ ഞങ്ങൾ മറ്റന്നൊരു ട്രിപ്പ് കൂട്ടാം. ഒരാഴ്ചൻ്റെ വരുള്ളൂ. എങ്ങോട്ടാ പോകുമ്പോഴേ ആ ഐശ്വര്യം കൂടെ കൊണ്ടുപോയിക്കൊണ്ടു. അല്ലെ നിങ്ങളുണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് ഇവിടെ കിടന്ന് മോങ്ങാൻ തുടങ്ങും. പിന്നെ കൊണ്ടുപോയില്ലേ എന്നും പറഞ്ഞിട്ട്. എന്ത് ഒന്നുമില്ലമ്മ, ഒരു കൊല്ലം കഴിഞ്ഞോളെ കല്യാണമല്ലേ, അത് കഴിഞ്ഞ ഓൾക്കോളെ ചെക്കനും പോയിക്കൂടെ, അത് പറഞ്ഞാണ്. ആ അതടുത്ത കൊല്ലല്ലേ കല്യാണം കഴിഞ്ഞിട്ടേ ഓര് പോയിക്കോളും. അതേപോലെയാണോ ആങ്ങളെ കൊണ്ടുപോണത്? നിങ്ങൾ അവിടെ പോയിട്ടുള്ള ഫോട്ടോ ഒക്കെ മൊബൈലിൽ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുമ്പോൾ പെണ്ണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇന്നെ കൊണ്ടുപോയില്ല എന്നെ കൊണ്ടുപോയില്ല എന്ന്. അങ്ങനെ രണ്ടാളും ഞാൻ കൊണ്ടുപോകുന്നില്ലല്ലോ. ഇപ്പം കല്യാണം കഴിഞ്ഞ് കുറച്ചല്ലായിട്ടുള്ളൂ. ഈ ട്രിപ്പ് പോകുന്നിടത്ത് 2 റൂമും ബാക്കി ചിലവും ബുദ്ധിമുട്ടാണമ്മ, അതാ പറഞ്ഞു. എടാ എന്തിനാ 2 മുറിയേ? ഓക്കാ നിലത്ത് അവിടെ എവിടെയെങ്കിലും ഒരു പായിട്ട് എടുത്താൽ മതി, ആ അവിടെ കിടന്നോളൂ. ഉമ്മ ഇപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞാലല്ലോ. എത്താടാ ഇത് പെറുപെറുക്കണത്? ഉമ്മ ഐശോളെ കെട്ടുകാരപ്പം ടൂർ പോകുമ്പോഴേ ഇന്നെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യനെ ഒപ്പം പറഞ്ഞേക്കും നിങ്ങൾ. ആ എങ്ങനെ ശരിയാവുക? ഒരു ചെക്കനും പെണ്ണും പോകുമ്പോൾ എൻ്റെ ഓളെ പറഞ്ഞേക്കാൻ പറ്റുമോ? അപ്പം നിങ്ങൾക്ക് കാര്യം അറിയാം. എന്തിനാണ് ഈ കിടന്ന് പൊട്ടം കളിക്കുന്നത് അല്ലേ? ഇവിടെ മക്കൾക്കും മരുമക്കൾക്കും ഒരേ നിയമമാണ്. അപ്പം ഞങ്ങൾ മറ്റന്നാൾ പോയി വന്നിട്ട് വേണമെങ്കിലേ നമുക്കെല്ലാവർക്കും സൗകര്യം പോലെ ഒരു ട്രിപ്പാണ് പോവാം അമ്മ.